ഡക്കാമൃദംഗതുടി താളങ്ങൾ കേട്ട് അനുഭവിക്കാമിതിന്നിലയിൽ എന്നേടമോർത്തുമമ പാർക്കുന്നതല്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമ. ഡക്കാമൃദംഗതുടി താളങ്ങൾ കേട്ടനുഭവിക്കാമിതിന്നിലയിൽ എന്നേടമോർത്തുമമ പാർക്കുന്നതല്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമ. ഡക്കാമൃദംഗം തുടി താളങ്ങൾ ഇതൊക്കെ അനാഹതധ്വനിയെയാണ് കുറിക്കുന്നത്. യോഗികൾക്ക് ധ്യാനനിരതമായ ഒരു അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന നാദബ്രഹ്മമാണത്. സ്ഥൂല പദാർത്ഥങ്ങളുടെ മുഴുവൻ മൂലമാണ്. കുണ്ടലിനി യോഗം കൊണ്ട് താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം മുഴുവൻ ആ നാദമായി പരാത്പരത്തിൽ ലയിക്കുന്ന അനുഭവം ഉണ്ടാകും. യോഗികൾ കേൾക്കുന്ന അനാഹത ധ്വനി ലാക്ഷണികാർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഏതു നിലയിലാണ് അനാഹത ധ്വനി അനുഭവിക്കുന്നത്? കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് അനാഹത പത്മത്തിൽ എത്തുമ്പോ ബ്രഹ്മത്തിന്റെ നാദരൂപം അറിയാറാകും. ധ്യാനത്തിൽ ആ നാദത്തിൽ പിടിച്ചു നിൽക്കാം. അവിടുന്ന് അപ്പുറം ചെന്നാൽ കേവല ബോധരൂപമായ ചൈതന്യത്തില് അഥവാ ആനന്ദത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യും. പക്ഷേ അതിന് ഏകാഗ്രത വേണം. നിസ്സംഗമായി മനസ്സ് നിൽക്കണം. മനസ്സിനെ നിസ്സംഗതയിൽ എത്തിക്കാൻ വളരെ പ്രയാസമുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ബദ്ധമായ ആത്മാവിന്റെ മായാരൂപമാണ്. അതൊരു തോന്നലാണ്. തോന്നൽ തന്നെ ബന്ധം എന്ന് പറയുന്നത്. മനസ്സ് ബദ്ധരൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് വിഷയങ്ങളാകുന്ന കുറ്റികളിൽ മാറി മാറി തളച്ച് വിഷയസുഖങ്ങളാകുന്ന തീറ്റകൾ തിന്നുകൊണ്ടിരിക്കുന്ന മനസ്സിന് ബദ്ധനായ ഒരു കരിവീരന്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. വിഷയസുഖാസക്തനായിട്ടുള്ള മനുഷ്യനെ മതയാനയോട് ഉപമിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ സാഹിത്യങ്ങളിലൊക്കെ കാണാം. ആളാനബദ്ധകരി തീൻ കണ്ട പോലെ പാർക്കുന്നതല്ല എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അനാഹതധ്വനി കേട്ട് ഉറയ്ക്കുമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സ് വിഷയങ്ങൾ കൊണ്ട് അതിന്റെ പിന്നാലെ പോകുമെന്നുള്ള സത്യം മറക്കാവുന്നതല്ല. മനസ്സ് വിഷയബദ്ധം. ആന കുറ്റിയിലും ബദ്ധനാണ്. ആനയുടെ മുമ്പിൽ തീറ്റകൾ കിടക്കുന്നു. തളച്ചിട്ടിരിക്കുന്ന കുറ്റിയിലാണ്. കുറ്റി വേണമെങ്കിൽ ആനയ്ക്ക് തകർക്കാൻ കഴിയും. എന്നാലും തീറ്റകൾ തിന്നാൻ ബദ്ധാണ് ആനയെന്നുള്ളത് ഓർക്കണം. ഇതുപോലെ വിഷയബദ്ധമായ മനസ്സ് അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ ശ്രമിച്ചാലും വിഷയസുഖങ്ങളിൽ കുടുങ്ങും. അസ്വാതന്ത്ര്യം അത് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണ് മായ പ്രവർത്തിക്കുന്നത്. മനസ്സ് നിഗ്രഹിക്കാൻ പ്രയാസമാണ്, ചലിക്കുന്നതുമാണ്. അതുകൊണ്ട് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വേണം അതിനെ സ്വാധീനമാക്കാൻ എന്നും ഗീതയിൽ പറയുന്നുണ്ട്. ആ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും ഇതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരുന്നു മമ നാരായണായ നമ. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും ഇതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരുന്നു മമ നാരായണായ നമ. നത്വം സംസ്കൃത ഭാഷാ പ്രയോഗമാണ്. നായിൽ തുടങ്ങുന്ന ഒരു പദ്യവും സംസ്കൃത ഭാഷയിൽ ഇല്ലതാനും. നഗാരത്തിന് പല അർത്ഥങ്ങളുണ്ട്. അക്ഷരത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്ന മറ്റൊരു ഭാഷ സംസ്കൃതം പോലെ ഇല്ല. നഗാരത്തിന് അറിവ്, നിശ്ചയം, ആഭരണം, ജലം, ദുഷ്ടൻ, ശിവൻ, സമ്മാനം, നിഷേധാത്മകത്വം എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട്.
ജ്ഞാനം, നിശ്ചയദാർഢ്യം, നിഷേധാത്മകത്വം എന്നീ അർത്ഥങ്ങള് പ്രകൃതത്തിൽ സംഗതങ്ങളാണ്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനോദയത്തില് ഈ ലോകത്തിൽ, ഈ ജന്മത്തിൽ കർമ്മവ്യപായം വന്നാലും ശരി ഇല്ലെങ്കിലും ശരി അകം ബോധപൂർണമായിട്ട് തീരും. കർമ്മം സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമിക കർമ്മം എന്ന് 3 വിധത്തിലാണ്. സഞ്ചിത കർമ്മം ബാങ്കിലെ നിക്ഷേപമാണെങ്കിൽ പ്രാരബ്ധം ബാങ്കിൽ നിന്ന് എടുത്ത പണവും ആഗാമികം ആ ധനം കൊണ്ടുണ്ടാകുന്ന ലാഭവുമാണ്. അതും സഞ്ചിത കർമ്മത്തിൽ ചേരും. സഞ്ചിത കർമ്മത്തിന്റെ നാശമാണ് മോക്ഷം. പ്രാരബ്ധ കർമ്മവും ആഗാമി കർമ്മവും തുടർന്നുകൊണ്ടിരിക്കാം, തുടരാതെയും ഇരിക്കാം. ഈ ജന്മവും അതിലെ സുഖദുഃഖങ്ങളും സഞ്ചിത കർമ്മത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രാരബ്ധ കർമ്മത്തിന്റെ സ്വരൂപമാണ്. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങള് നിഷ്കാമമായിട്ടാകുമ്പോൾ കർമ്മവ്യയം വരും. ഈ ജന്മവും ഒടുങ്ങും. യോഗചര്യ കൊണ്ട് നിഷ്കാമ കർമ്മം ചെയ്തു കഴിയുന്ന ഒരുവൻ ഈ ജന്മത്തിൽ ജ്ഞാനമുദിക്കുമ്പോ അയാൾ തന്നെ ജ്ഞാനസ്വരൂപമായിട്ട് മാറും. ജനകൻ ലോകസംഗ്രഹാർത്ഥം മുക്തി നേടിയിട്ടും കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ജനകനെ സംബന്ധിച്ച് കർമ്മഫലത്യാഗം സാധിച്ചതുകൊണ്ട്, കർമ്മം ചെയ്യുന്നു എന്ന് അഭിമാനമില്ലാത്തത് കൊണ്ട് കർമ്മവുമില്ല. ലൗകികന്മാരെ സംബന്ധിച്ചിട്ടാണ് അത്തരം കർമ്മങ്ങൾ കർമ്മങ്ങളായി അനുഭവപ്പെടുന്നത്. കർമ്മത്തോടും കർമ്മഫലത്തോടുമുള്ള ബന്ധമാണ് സംസാരം അഥവാ പ്രപഞ്ച ജീവിതം. അതുകൊണ്ട് ആ ബന്ധങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ജപവും മറ്റ് യോഗചര്യകളും ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ക്രമേണ സാംസാരിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധവും സാംസാരിക സുഖാവേശവും ഇല്ലാതായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ അനാഹതധ്വനി രൂപത്തിലുള്ള നാദബ്രഹ്മം അറിയാറാകും. യോഗസാധന കൊണ്ട് മനസ്സ് തന്നെ ബുദ്ധിയിലും ക്രമേണ ആത്മാവിലും വിലയിച്ച് മോക്ഷം ലഭിക്കുകയും ചെയ്യും. തത്വാർത്ഥമിത്തം അഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ. മുക്തിക്കു കാരണം ഇതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമ. തത്വാർത്ഥമിത്തം അഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ. മുക്തിക്കു കാരണം ഇതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമ. എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും നിത്യസത്യമായിട്ടുള്ള ബ്രഹ്മമാണ് അർത്ഥം. ശബ്ദത്തിലും അർത്ഥമായിട്ട് ആ ബ്രഹ്മം തന്നെയാണ് പ്രകാശിക്കുന്നത്. എല്ലാ വസ്തുക്കളും എല്ലാ ശബ്ദങ്ങളും ബ്രഹ്മത്തെ തന്നെയാണ് വ്യഞ്ചിപ്പിക്കുന്നത്. അഥവാ പ്രപഞ്ച വസ്തുക്കളെല്ലാം ബ്രഹ്മമല്ലാതെ മറ്റൊന്നല്ല. ശബ്ദവും ബ്രഹ്മം. മുക്തിക്കു കാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ എന്ന് പറയുമ്പോ മോക്ഷത്തിന് നിദാനമായിട്ട് ഉള്ളത് ശബ്ദം തന്നെയാണെന്നതിന് ശ്രുതിവാക്യങ്ങളാണ് പ്രമാണം. വേദങ്ങള് നിത്യവും അപൗരുഷേയങ്ങളുമാണ്. അതുകൊണ്ട് വേദവാക്യങ്ങളും ഈശ്വരന്റെ വാക്യങ്ങളാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്, അപൗരുഷേയം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കിയത് അല്ല. എന്ന് വെച്ചാൽ അത് ദർശനങ്ങളാണ്, ഋഷിമാർക്ക് കിട്ടിയിട്ടുള്ള ദർശനങ്ങളാണ്. ആദ്യം ഉണ്ടായിട്ടുള്ള വേദങ്ങള് ശ്രുതികളുടെ തലപ്പത്ത് നിൽക്കും. അവയെ ആരും എഴുതിയതല്ല. ശബ്ദരൂപത്തില് പ്രപഞ്ചമാകെ തിങ്ങി നിറഞ്ഞ് പ്രപഞ്ചത്തിന് കാരണമായിട്ട് പ്രപഞ്ചാർത്ഥമായിട്ട് ഉയർന്ന നാദബ്രഹ്മം തന്നെയാണ് ശ്രുതിയായിട്ട് തീർന്നിരിക്കുന്നത്. ബ്രഹ്മസംഭൂതമാണത്, ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അതുകൊണ്ട് ശബ്ദത്തിനെല്ലാം ആധാരം ബ്രഹ്മാണ്.
സമാധി അവസ്ഥയില് ബ്രഹ്മത്തിന്റെ ദർശനമുണ്ടായ ഋഷിമാർക്ക് നാദത്തിന്റെ ദർശനം കിട്ടി. അത് അവരുടെ അശരീരിയായി തീർന്നു. ആ അശരീരിയാണ് ശ്രുതികളായിട്ട് തീർന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി 4 വേദങ്ങളോടും ചേർന്നിട്ടാണ് ബ്രാഹ്മണങ്ങള്. അവയോട് ബന്ധപ്പെട്ടിട്ട് ആരണ്യകങ്ങള്, ഉപനിഷത്തുകള്, അവയോട് ചേർന്നിട്ട് സൂത്രങ്ങള്, സ്മൃതികള്, പുരാണ ഇതിഹാസങ്ങൾ എന്നിവ നിൽക്കുന്നു. ഋഗ്വേദത്തോട് ചേർന്നിട്ടുള്ളതാണ് ഐതരേയ ബ്രാഹ്മണം. ഐതരേയ ബ്രാഹ്മണത്തിന്റെ ഉപനിഷത്ത് ആണ് ഐതരേയോപനിഷത്ത്. അതിലുള്ള മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഇനി യജുർവേദത്തിന്റെ ശുക്ലശാഖയിൽപ്പെട്ടിട്ട് ശതപഥ ബ്രാഹ്മണം, അതിന്റെ ഉപനിഷത്ത് ആയിട്ടുള്ളതാണ് ബൃഹദാരണ്യകോപനിഷത്ത്. അതിലുള്ള മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. ഇനി സാമവേദത്തോട് ചേർന്നിട്ട് ഛന്ദോക്യ ബ്രാഹ്മണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഛന്ദോക്യ ഉപനിഷത്തില് തത്വമസി എന്ന മഹാവാക്യം ഉണ്ട്. അഥർവവേദത്തോട് ചേർന്ന മാണ്ഡൂക്യോപനിഷത്തില് അയമാത്മാ ബ്രഹ്മ എന്ന വാക്യവുമുണ്ട്. 4 വേദങ്ങളോടും ബന്ധപ്പെട്ടിട്ടുള്ള 4 ഉപനിഷത്തിലുമുള്ള ഈ 4 വാക്യങ്ങള് വേദങ്ങൾക്ക് 4നും ഒന്നുപോലെ ബ്രഹ്മതത്വം പ്രതിപാദിക്കുന്നതാണ് എന്നുള്ള യോഗ്യത കൊടുക്കുന്നുണ്ട്. ഈ 4 വാക്യങ്ങൾ 4 വേദങ്ങളുടെ സ്ഥാരമാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്നതിന്റെ അർത്ഥം എന്താണ്? ബോധമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മാണെന്ന് തെളിയണം. ഞാൻ ബ്രഹ്മാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ന ശബ്ദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അർത്ഥമാക്കണം. പ്രപഞ്ച ബ്രഹ്മ ഐക്യമാണ് മനസ്സിലാക്കേണ്ടത്. തത്വമസി എന്നതിലെ ത്വ പദത്തിന് നീ എന്നുള്ള ഏകവചനാർത്ഥമല്ല നൽകേണ്ടത്. തത് ത്വം അസി, ഞാനും നീയും ഒന്നാണോ എന്നാണ് നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കാറുള്ളത്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നീ ഉൾപ്പെട്ട പ്രപഞ്ചം മുഴുവൻ എന്നാണ് ത്വ എന്ന പദത്തിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ തത്ത് അത് ബ്രഹ്മം, ത്വം എന്ന് വെച്ചാൽ എല്ലാം, ബാക്കിയല്ല അസി ആകുന്നു. അവിടെയും പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നാണ് എന്നാണ് വിവക്ഷ. അയമാത്മാ ബ്രഹ്മ എന്നുള്ള 4ാമത്തെ വാക്യത്തിലോ ഈ ഭൗതികതയിൽ പരിമിതപ്പെട്ടിരിക്കുന്ന സത്ത മുഴുവൻ ബ്രഹ്മസത്തയാണെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാണ്. ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം മോക്ഷമാണ്. കേവലം അർത്ഥം ചുരുക്കിയിട്ട് ലൗകികമായിട്ട് അറിയല്ല വേണ്ടത്. അദ്വിതീയമായി വിലസുന്ന പൊരുളിനെ ആ വാക്യാർത്ഥം മനനം ചെയ്ത് കണ്ടെത്തുമ്പോഴാണ് മോക്ഷം സംഭവിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തിന്റെ എല്ലാ പരിധിയും കടന്നിട്ട് അതീന്ദ്രിയമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മൾ തന്നെ മാറും. അതാണ് ആധ്യാത്മിക ദർശനം. ധല്ലിന്നുമീതെ പരമില്ലെന്നു മോദി ഉടൻ എല്ലാരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടും അഹം ബുദ്ധി കൊണ്ടു ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ. ധല്ലിനുമീതെ പരമില്ലെന്നു മോദിയുടൻ എല്ലാരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടും അഹം ബുദ്ധി കൊണ്ടു ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ. ഈ ശ്ലോകം തുടങ്ങുന്നത് ധ വെച്ചിട്ടാണ്. ധകാരത്തിന് സംസ്കൃതത്തില് രക്ഷണം, ഭയം, പാവനത്വം തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളാണ്. തനിക്കും പ്രപഞ്ചത്തിനും അപ്പുറത്ത് പരമമായ ഒരു പാവന ശക്തി ലോകത്തെ ഭരിക്കുവാനില്ല എന്ന് ഉറപ്പിച്ചു പറയുക. എല്ലാവരോടും കുതറിയും വാപേശിയും, എല്ലാ ആളുകളോടും പിണങ്ങിയും വാദിച്ചും സംസാരികന്മാരായിട്ട് കഴിയുന്നവർക്ക് ഭഗവാൻ ആധ്യാത്മിക നാശമാണ് നൽകുന്നത്. അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ ലോകത്തില് പലതരത്തിലുള്ള സ്ഥാനം കൈവരിക്കുന്നവര് ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സ്വയം മറന്നിട്ട് തങ്ങളെ ആ സ്ഥാനവുമായി ബന്ധപ്പെടുത്താണ്.
എന്നിട്ട് വലിപ്പം നടിച്ച് അഹങ്കരിച്ച് ലോകത്തെ സ്വന്തമായിട്ട് ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട ലോകത്തെ സൃഷ്ടിച്ച് ഭരിക്കണം. എന്നിട്ടോ ഈ ലോകത്തെ, ഈ മഹാലോകത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭരിക്കുന്ന ശാശ്വത നിയമങ്ങളെ തീരെ ഗണിക്കില്ല. മറ്റുള്ളവർക്ക് പല തരത്തിലുള്ള അസുഖവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നു. തങ്ങൾ വലുതാണെന്ന് അവർ അഭിമാനിക്കുന്നു. അതുകൊണ്ട് അവര് പരമമായ ശക്തിയെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നു. ഇത് ആത്മനാശത്തിന് ഇടയാക്കുന്നു. ഈ സാംസാരിക ജീവിതത്തില് അവനവന്റെ സുഖം മാത്രം കരുതുന്ന ലൗകിക സാഹചര്യ മത്തന്മാരായിട്ടുള്ള ഇത്തരം അജ്ഞാനികള് ബാഹ്യവും സ്ഥൂലവുമായ പ്രപഞ്ചത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ്. അവരുടെ മുഴുവൻ അന്തരംഗവും ഞാൻ എന്ന ബുദ്ധി കൊണ്ട് ബന്ധപ്പെടുത്തുന്ന കൃത്രിമമായിട്ടുള്ള മായാബദ്ധമായിട്ടുള്ള ഒരു ലോകത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നശ്വരത അതിൽ മുഴുവനും വ്യാപിച്ചു നിൽക്കും. ബ്രഹ്മത്തിന്റെ അനശ്വരത്വം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ ശാശ്വതത്വം, നശിക്കാത്ത അവസ്ഥ അവർക്കറിയാനേ കഴിയില്ല. അഹങ്കാരം എന്നത് ആത്മസാക്ഷാത്കാരത്തിന്റെ വിഷയത്തില് തടസ്സം സൃഷ്ടിക്കുന്ന പരമശത്രുവാണ്. അതുകൊണ്ട് ആ അഹങ്കാരത്തെ ജയിക്കുവാനായിരിക്കണം നമ്മുടെ ശ്രമം. നാമജപം പരാശക്തിയുടെ നിധിധ്യാസനത്തിൽ എത്തിച്ച് നമ്മുടെ ഉള്ളറകളെ ശുദ്ധീകരിച്ച് ആത്മദർശനത്തിന് പാത്രങ്ങളാക്കി തീർക്കുമെന്ന് ധരിക്കണം. ഈ ഹരിനാമ കീർത്തനം എന്ന ഈ കീർത്തനം നാമജപത്തിനെ പറ്റിയാണ് കീർത്തിക്കുക. ഇപ്പോ നവവിധ ഭക്തിഭാവങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ. ഭജനം, പൂജനം, വിഷ്ണോർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതില് ഭജനം, പൂജനം എന്നുള്ളതിലാണ്, ഭജനത്തിലാണ് കീർത്തനങ്ങൾ വരുന്നത്. കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് ഭജിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ പടിയാണ് എന്ത്? കീർത്തനം എന്നുള്ളത്. ഭജനം, പൂജനം ഇതിൽ രണ്ടിലും വരുന്നതാണ് കീർത്തനങ്ങൾ. അതിൻ്റെ അപ്പുറത്താണ് സ്മരണം, റിമെമ്പറൻസ് എന്ന് ഗുരുക്കന്മാര് പറയാറില്ല. അത് മൂന്നാമത്തെ പടിയാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ പടിയിലാണ്, അങ്ങനെയെങ്കിലും തുടങ്ങൂന്നാണ് ആചാര്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.